ഗോവയിലും പഞ്ചാബിലും ഇന്ന് വിധിയെഴുത്ത്. പഞ്ചാബിൽ രാവിലെ 8 മണിക്കും ഗോവയിൽ 7 മണിക്കുമാണ് വോട്ടിംഗ് ആരംഭിച്ചത്. പഞ്ചാബിൽ 117 സീറ്റുകളിലും ഗോവയിൽ 40 സീറ്റുകളിലുമായി ഒറ്റഘട്ടമായാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. മൊത്തം 2 കോടിയിൽ പരം വോട്ടർമാർ ഫലം നിർണ്ണയിക്കും. മനു ശങ്കർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. മനു, ഒരുപക്ഷെ ഈ 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് വലിയ രീതിയിൽ ദേശീയ രാഷ്ട്രീയത്തിലൊക്കെ തന്നെയും വലിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാക്കിയേക്കാവുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ്. ആ വിധത്തിൽ ഇന്നിപ്പോൾ നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പ് എങ്ങനെയാണ് സംസ്ഥാനങ്ങളിൽ? സൗമ്യ, നോട്ട് പിൻവലിക്കലുമായി ശേഷമുള്ള ആദ്യ 5 സംസ്ഥാനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടിംഗ് ആരംഭിച്ചിരിക്കുന്നു. പഞ്ചാബിലും ഗോവയിലും ആദ്യ മണിക്കൂറുകളിൽ ഒരു നേരിയ തോതിലുള്ള വോട്ടിംഗ് ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഗോവയിൽ രാവിലെ 7 മണിക്കും അതോടൊപ്പം പഞ്ചാബിൽ 8 മണിക്കുമാണ് വോട്ടിംഗ് ആരംഭിച്ചത്. പഞ്ചാബിൽ 117 സീറ്റുകളിലേക്കായാണ് ഇത്തവണ വോട്ടിംഗ് നടക്കുന്നത്. 1145 സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത്. 2 കോടിയോളം വോട്ടർമാരാണ് ഇത്തവണ പഞ്ചാബിൽ വിധി എഴുതുക. ത്രികോണ മത്സരത്തിലാണ്, ചരിത്രത്തിൽ എങ്ങും കണ്ടിട്ടില്ലാത്തതുപോലെ ശക്തമായ ഒരു ത്രികോണ മത്സരത്തിലാണ് പഞ്ചാബ് ഇത്തവണ സാക്ഷ്യം വഹിക്കുന്നത്. BJP അകാലിദൾ സഖ്യത്തിന് ശക്തമായ വെല്ലുവിളി ഉയർത്തി കോൺഗ്രസ് ആം ആദ്മി സഖ്യം വൻ മുന്നേറ്റമാണ് അവസാന പ്രചരണ നാളുകളിലൊക്കെ നേടിയിരുന്നത്. ഈ ഭരണവിരുദ്ധ വികാരം ശക്തമായി അലയടിക്കുന്ന പഞ്ചാബിൽ ഈ പ്രത്യേകിച്ച് ലഹരി മാഫിയകൾക്കെതിരെയും മറ്റും എതിരെയുള്ള പ്രചാരണവും മറ്റും മുൻനിർത്തിയായിരുന്നു കോൺഗ്രസിന്റെയും ആം ആദ്മിയുടെയും പ്രചാരണം. അവസാന സമയങ്ങളിലെ ഈ എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം വിലയിരുത്തുന്നതും കോൺഗ്രസിനും ആം ആദ്മിക്കും തന്നെയാണ് മുൻതൂക്കം കൽപ്പിക്കപ്പെടുകയും ചെയ്യുന്നത്. പ്രധാന ശ്രദ്ധേയമായ മത്സരങ്ങൾ നടക്കുന്നത് ലാംബി മണ്ഡലത്തിലാണ്. ഈ മുഖ്യമന്ത്രി പ്രകാശ് സിംഗ് ബാദലും അതോടൊപ്പം ഈ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് ബാദലുമാണ് ലാംബി മണ്ഡലത്തിൽ നിന്ന് ശക്തമായി മത്സരരംഗത്തുള്ളത്. ഇതോടൊപ്പം ഈ ഉപമുഖ്യമന്ത്രിയും മകനുമായ സുഖ്ബീർ സിംഗ് ബാദലും ഇതോടൊപ്പം ആം ആദ്മി സ്ഥാനാർത്ഥിയും MP-യുമായ ഭഗത് മനുമാണ് ജലാലാബാദിൽ നിന്ന് മത്സരരംഗത്തുള്ളത്. ഇതോടൊപ്പം അമരീന്ദർ ഈസ്റ്റിൽ നിന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥി കൂടിയായ ക്രിക്കറ്റ് താരം നവ്ജോത് സിംഗ് സിദ്ധുവും മത്സരരംഗത്തുണ്ട്. ശക്തമായ പോരാട്ടം ഈ മണ്ഡലങ്ങളിലെല്ലാം നടക്കുന്നു. ത്രികോണ മത്സരം ഗോവയിൽ പുരോഗമിക്കുമ്പോൾ വലിയ രീതിയിലൊരു ആക്രമണ സാധ്യതയും മറ്റും ഈ വിലയിരുത്തി 200-ൽ പരം CRPF ബറ്റാലിയനുകളെയും മറ്റുമാണ് സംസ്ഥാനത്ത് വിന്യസിച്ചിട്ടുള്ളത്. ഗോവയിൽ 40 സീറ്റുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് പുരോഗമിക്കുന്നത്. 250 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. ശക്തമായൊരു ചതുഷ്കോണ മത്സരം ഗോവയിൽ നടക്കുന്നു എന്നതാണ് ശ്രദ്ധേയം. കഴിഞ്ഞ തവണയൊക്കെ BJPക്ക് പിന്തുണ നൽകിയിരുന്ന RSSന്റെ ചില നേതാക്കൾ മറ്റും ഒരു വിമത ഗ്രൂപ്പായി ചേരുകയും ശിവസേനയും ഇതോടൊപ്പം BJPയുടെ പ്രധാന സഖ്യകക്ഷിയായിരുന്ന ഗോവന്ദക് കക്ഷി കൂടി ചേർന്നുകൊണ്ടൊരു ബദൽ പാർട്ടി കൂടി രൂപീകരിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ കോൺഗ്രസും ആം ആദ്മി കൂടി ചേരുന്നതോടെ ഒരു ചതുഷ്കോണ മത്സരത്തിനാണ് ഗോവയിൽ സാക്ഷ്യം വഹിക്കുന്നത്. ഗോവയിൽ ഇപ്പോഴത്തെ അവസാന ഘട്ടങ്ങളിലെ പ്രചരണങ്ങളെല്ലാം ആം ആദ്മിക്ക് വലിയ തോതിലൊരു മുന്നോട്ടം നൽകിയിട്ടുണ്ട്. എന്തായാലും അവസാന സമയങ്ങളിലെ ഈ സർവേ ഫലങ്ങളെല്ലാം വിലയിരുത്തുന്നത് കോൺഗ്രസിനും ആം ആദ്മിക്കും തന്നെയാണ് ഇവിടെയും മുൻതൂക്കം കൽപ്പിക്കപ്പെടുന്നത്. ഇരു സംസ്ഥാനങ്ങളിലും BJPക്ക് തിരിച്ചടി നൽകുന്ന സർവേ ഫലങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്. എങ്കിലും വലിയ വിജയപ്രതീക്ഷയിലാണ് ദേശീയ നേതൃത്വവും സംസ്ഥാന BJP നേതൃത്വങ്ങളും ഉള്ളത്. എന്തായാലും ആദ്യ മണിക്കൂറുകളിലെ വോട്ടിംഗ് പുരോഗമിക്കുമ്പോൾ നേരിയ തോതിലുള്ള ഒരു വോട്ടിംഗ് ആണ് നടക്കുന്നത്. കഴിഞ്ഞ തവണ 79% വോട്ടിംഗ് രേഖപ്പെടുത്തിയത് ഇത്തവണ 85% ആയി ഉയരുമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഇത്തരമൊരു പ്രതീക്ഷയിലിരിക്കുമ്പോൾ നരേന്ദ്രമോദി ഇന്ന് രാവിലെ ജനങ്ങളോട് ചരിത്രത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ വൻ വോട്ടിംഗ് രേഖപ്പെടുത്താൻ ആളുകളുടെ സാന്നിധ്യം ഉണ്ടാകണമെന്ന് ട്വിറ്ററിലൂടെയും മറ്റും അഭ്യർത്ഥിച്ചിട്ടുണ്ട്. മുൻ മുഖ്യമന്ത്രി കൂടിയായിരുന്ന മനോഹർലാൽ പരീക്കർ ഗോവയിൽ വോട്ടിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നു. അതോടൊപ്പം ലക്ഷ്മികാന്ത് പർസേക്കർ BJPയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയും ഇപ്പോൾ വോട്ടിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാന നേതാക്കളെല്ലാം പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. സൗമ്യ, മനുശങ്കറാണ് വിവരങ്ങൾ നൽകിയത്. ഉദ്യാന കാഴ്ചയുടെ വിസ്മയം പകർന്ന രാഷ്ട്രപതി ഭവനിലെ മുഗൾ ഗാർഡൻ നാളെ തുറക്കും. മാർച്ച് 12 വരെയുള്ള ഇത്തവണത്തെ ഉദ്യാനോത്സവം ഇന്ന് രാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്യും. രാഷ്ട്രപതി പ്രണബ് മുഖർജിയുടെയും ഭാര്യ ശിവറാം മുഖർജിയുടെയും പേരിലാണ് ഇത്തവണത്തെ ഉദ്യാന കാഴ്ചകൾ സന്ദർശകർക്കായി കാത്തിരിക്കുന്നത്. ഏക്കറുള്ള പ്രസിഡന്റ് എസ്റ്റേറ്റിന്റെ ഹൃദയഭാഗമാണ് മുഗൾ ഗാർഡൻ. ലോകത്തെ ഏറ്റവും സുന്ദരമായ ഉദ്യാനങ്ങളിലൊന്ന്. തലസ്ഥാന നിവാസികൾക്കും സന്ദർശകർക്കും വിസ്മയം പകർന്ന് രാഷ്ട്രപതി ഭവനിലെ മുഗൾ ഗാർഡൻ നാളെ തുറക്കും. മാർച്ച് 12 വരെയാണ് ഇത്തവണത്തെ ഉദ്യാനോത്സവം. രാവിലെ 9:30 മുതൽ വൈകിട്ട് 4 വരെയാണ് സന്ദർശന സമയം.
രുദ്രാക്ഷവും ചന്ദനവുമുള്ള ആത്മീയോദ്യാനം, ഔഷധോദ്യാനം, ചൈന ഓറഞ്ച് ഉൾപ്പെടുന്ന ബോൺസായി ഗാർഡൻ, മ്യൂസിക്കൽ ഗാർഡൻ തുടങ്ങി വിവിധ പൂങ്കാവന കാഴ്ചകളാണ് മുഗൾ ഗാർഡനിൽ കാത്തിരിക്കുന്നത്. 140-ൽ പരം വ്യത്യസ്ത റോസാ ഇനങ്ങളുടെ കാഴ്ചകൾക്കിടയിൽ ഇത്തവണ രാഷ്ട്രപതി പ്രണബ് മുഖർജി, ഭാര്യ സുവ്ര മുഖർജി എന്നിവരുടെ പേരിലും ഉദ്യാനങ്ങൾ തയ്യാറാണ്. വിദേശ രാജ്യത്തെ നേതാക്കന്മാരുടെ പേരിലും ജവഹർലാൽ നെഹ്റുവിൻ്റെ പേരിലും റോസസ് ഉണ്ട്. എന്നാൽ ഇന്ത്യൻ പ്രസിഡന്റിന്റെ പേരിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഈ ഒരു പുതിയൊരു റോസ് വെറൈറ്റി തന്നെ അനൗൺസ് ചെയ്തിരിക്കുന്നത്. ബ്രിട്ടീഷ് ഇന്ത്യയുടെ തലസ്ഥാനം കൊൽക്കത്തയിൽ നിന്ന് ദില്ലിയിലേക്ക് മാറ്റാൻ തീരുമാനിച്ച 1911-ൽ തന്നെയാണ് മുഗൾ ഗാർഡനും ഒരുങ്ങിയത്. രാഷ്ട്രപതി ഭവനിൽ 15 ഏക്കറിലാണ് വിസ്മയോദ്യാനം. 2015-ൽ 4.5 ലക്ഷത്തോളമായിരുന്ന സന്ദർശകരുടെ എണ്ണം 2016-ൽ 6 ലക്ഷത്തിൽ പരമായാണ് വർദ്ധിച്ചത്. ഈ വർഷവും 2 ലക്ഷം പരം സന്ദർശകരെങ്കിലുമാണ് അധികൃതർ കൂടുതൽ പ്രതീക്ഷിക്കുന്നത്. ദില്ലി മുഗൾ ഗാർഡനിൽ നിന്നും ക്യാമറമാൻ ശൈലേഷ് കല്ലായിക്കൊപ്പം മനു ശങ്കരൻ. ലോ അക്കാദമി സമരത്തിൽ വിദ്യാഭ്യാസ മന്ത്രി ഇന്ന് വിദ്യാർത്ഥി പ്രതിനിധികളുമായും മാനേജ്മെന്റ് പ്രതിനിധികളുമായും ചർച്ച നടത്തും. വൈകുന്നേരം 3 മണിക്ക് വിദ്യാഭ്യാസ മന്ത്രിയുടെ ചേംബറിലാണ് ചർച്ച. അതേസമയം ലോ അക്കാദമി പ്രിൻസിപ്പൽ ലക്ഷ്മി നായരുടെ രാജി ആവശ്യപ്പെട്ടുള്ള വിദ്യാർത്ഥി സംഘടനകളുടെ സമരം 25-ാം ദിവസത്തിലേക്ക് കടന്നതോടെ സമരം കൂടുതൽ ശക്തമാക്കാനുള്ള നീക്കത്തിലാണ് വിദ്യാർത്ഥികളും കോൺഗ്രസും BJPയും. എന്നാൽ ലക്ഷ്മി നായരെ 5 വർഷത്തേക്ക് മാറ്റി നിർത്തിയിട്ടുണ്ടെന്ന നിലപാടിൽ ഉറച്ച് തിങ്കളാഴ്ച കോളേജ് തുറന്നു പ്രവർത്തിപ്പിക്കാനുള്ള നിയമ നടപടികളിലേക്ക് കോളേജ് മാനേജ്മെന്റും നീങ്ങുകയാണ്. ലോ അക്കാദമി പ്രിൻസിപ്പൽ സ്ഥാനത്ത് നിന്ന് ഡോക്ടർ ലക്ഷ്മി നായർ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് KSU, ASF, MSF, ABVP, കോളേജിലെ ഹോസ്റ്റൽ വിദ്യാർത്ഥിനികളുടെ കൂട്ടായ്മ എന്നിവർ അക്കാദമിക്ക് മുന്നിൽ സമരം നടത്തുന്നത്. സമരം 25-ാം ദിവസത്തിലേക്ക് കടന്നിട്ടും പ്രശ്നപരിഹാരം ഉണ്ടാകാത്തതിനാൽ പ്രക്ഷോഭം ശക്തിപ്പെടുത്താനാണ് സംഘടനകളുടെ തീരുമാനം. തുടർ സമരം ചർച്ച ചെയ്യാൻ വിദ്യാർത്ഥി സംഘടനകൾ ഇന്ന് യോഗം ചേരുന്നുണ്ട്. സമരത്തിലേർപ്പെട്ടിരിക്കുന്ന വിദ്യാർത്ഥി സംഘടനകളുടെ യുവജന സംഘടനകളെ കൂടി രംഗത്തിറക്കി സമരം ശക്തിപ്പെടുത്താനും ആലോചിക്കുന്നു. അനിശ്ചിതകാല നിരാഹാര സമരം നടത്തുന്ന കോൺഗ്രസിലെ K മുരളീധരൻ MLAയ്ക്കും BJPയിലെ VV രാജേഷിനും വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് പിന്തുണ എത്തുന്നുണ്ട്. കൂടുതൽ പേർ സമരത്തിന് ശക്തി പകരാൻ എത്തുമെന്നും സൂചനയുണ്ട്. എന്നാൽ സമരം ശക്തിപ്പെടുത്തുമെന്നാണ് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിനിടെ ലോ അക്കാദമി നടത്തിപ്പിനായി പുതിയ ഭരണസമിതിയെ ഏർപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് BJP നേതാക്കൾ സമർപ്പിച്ച ഹർജി കോടതി ഫയലിൽ സ്വീകരിച്ചിരിക്കുകയാണ്. വിദ്യാഭ്യാസ മന്ത്രിയുമായി മാത്രമേ ഇനി ചർച്ചയ്ക്കുള്ളൂ എന്ന നിലപാടും വിദ്യാർത്ഥികൾ സ്വീകരിച്ചിരിക്കുന്നു. ഇതിനിടെ പുന്നൻ റോഡിലെ ലോ അക്കാദമി റിസർച്ച് സെന്ററിന്റെ ഗ്ലാസുകൾ KSU പ്രവർത്തകർ എറിഞ്ഞു തകർത്തു. കെട്ടിടത്തിൽ കരിയോയിലും ഒഴിച്ചു. സിൻഡിക്കേറ്റ് ഉപസമിതി റിപ്പോർട്ട് ചർച്ച ചെയ്യാനായി സിൻഡിക്കേറ്റ് യോഗം തിങ്കളാഴ്ച ചേരും. റിപ്പോർട്ടിൽ സ്വീകരിക്കേണ്ട നടപടിക്കാര്യത്തിൽ യോഗം തീരുമാനമെടുത്തേക്കും. എന്നാൽ എല്ലാ സമരത്തെയും വെല്ലുവിളിച്ച് കോടതിയുടെ സഹായത്താൽ തിങ്കളാഴ്ച മുതൽ ലോ അക്കാദമിയിൽ ക്ലാസ് തുടങ്ങാനാകുമെന്നാണ് മാനേജ്മെന്റ് കരുതുന്നത്. പക്ഷേ സമരത്തെ ഏത് രീതിയിൽ അവസാനിപ്പിക്കുമെന്ന ആശങ്കയും ഓരോ രാഷ്ട്രീയ പാർട്ടികൾക്കും ഉണ്ട്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ സമ്മേളനത്തിന്റെ ഭാഗമായ പ്രതിനിധി സമ്മേളനം ഇന്ന് 3-ാം ദിവസം. ജനറൽ സെക്രട്ടറി അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ടിന്മേലുള്ള ചർച്ച ഇന്നും തുടരും. നോട്ട് നിരോധനം സൃഷ്ടിച്ച കടുത്ത തൊഴിലില്ലായ്മയ്ക്ക് കേന്ദ്ര സർക്കാർ പരിഹാരം കാണണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു. നോട്ട് നിരോധനം കടുത്ത തൊഴിലില്ലായ്മ രാജ്യത്ത് സൃഷ്ടിച്ചിരിക്കുകയാണ്. ഇത് മറികടക്കാൻ പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു. ഇതിനായി പൊതുമുതൽ മുടക്ക് വർദ്ധിപ്പിക്കണം. കള്ളപ്പണം പിടിച്ചെടുക്കുകയും കിട്ടാക്കടം തിരിച്ചുപിടിക്കുകയും വേണം. അപ്പോൾ ഡിവൈഎഫ്ഐ ആവശ്യപ്പെടുന്ന ഒരു കാര്യം, ഇന്നത്തെ ഡിമോണിറ്റൈസേഷന്റെ പശ്ചാത്തലത്തിലും തൊഴിൽ രഹിത വളർച്ചയുടെ പശ്ചാത്തലത്തിലും ഗവൺമെന്റ് ചെയ്യേണ്ടത് വലിയ തോതിൽ പൊതുമുതൽ മുടക്ക് വർദ്ധിപ്പിക്കുക എന്നതാണ്. ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന അന്യായമായ നികുതി ഇളവുകൾ അവസാനിപ്പിക്കണം. ഏതാണ്ട് 35 ലക്ഷം കോടി രൂപയുടെ കള്ളപ്പണം വിദേശ ബാങ്കുകളിൽ കെട്ടിക്കിടക്കുന്നുണ്ട്. ഈ സർക്കാരിന് ധൈര്യവും ആത്മാർത്ഥതയും ഉണ്ടെങ്കിൽ വിദേശ ബാങ്കുകളിലെ കള്ളപ്പണം ലിസ്റ്റ് സർക്കാരിന്റെ പക്കലുണ്ട്. ആ കള്ളപ്പണം പിടിച്ചെടുത്ത് ഇന്ത്യയിലെത്തിക്കുക. 8.5 ലക്ഷം കോടി രൂപയുടെ കിട്ടാക്കടം, അതിൽ സിംഹഭാഗവും വൻകിടക്കാരുടേതാണ്, NPA. അത് തിരിച്ചുപിടിക്കണം. സ്വകാര്യ മേഖലയിൽ തൊഴിൽ സംവരണത്തിനായി ആവശ്യമായ നിയമ ഭേദഗതി കൊണ്ടുവരണം. കാമ്പസുകളിലെ ജാതി വിവേചനം തടയാൻ രോഹിത് വെമുലയുടെ പേരിൽ പുതിയ നിയമം കൊണ്ടുവരണം. ലൈംഗിക ന്യൂനപക്ഷങ്ങൾക്കായി പ്രത്യേക ബജറ്റ് വിഹിതം അനുവദിക്കണം. ഇവർക്ക് വിദ്യാഭ്യാസ തൊഴിൽ മേഖലകളിൽ സംവരണം ഏർപ്പെടുത്തണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു. സ്വവർഗ ലൈംഗികതയെ ക്രിമിനൽ കുറ്റമായി കാണുന്ന മനോഭാവം മാറണം. ഇതിനായി ബോധവൽക്കരണ പ്രവർത്തനം സംഘടിപ്പിക്കണമെന്നും പ്രമേയം ആവശ്യപ്പെട്ടു. പ്രവർത്തന റിപ്പോർട്ടിന്മേലുള്ള ചർച്ച പ്രതിനിധി സമ്മേളനത്തിൽ തുടരും. സംഘടനയിലെ വനിതാ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച ഭരണഘടനാ ഭേദഗതി സമ്മേളനത്തിൽ അവതരിപ്പിക്കും. ജാതി വിവേചനം ഇന്ത്യയിൽ എന്ന വിഷയത്തെ അധികരിച്ച സെമിനാർ ശനിയാഴ്ച നടക്കും. ന്യൂസ് ബ്യൂറോ, കൊച്ചി.
ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ സമ്മേളന പ്രതിനിധികൾക്കായി വിവിധ സമൃദ്ധമായ ഭക്ഷണമാണ് കലവറയിൽ ഒരുങ്ങുന്നത്. ജൈവ പച്ചക്കറികളും നാടൻ ചേരുവകളും ചേർത്ത് പാചക വിദഗ്ധൻ നൌഷാദിന്റെ നേതൃത്വത്തിലാണ് സ്പെഷ്യൽ വിഭവങ്ങൾ പാചകപ്പെടുത്തുന്നത്. ദിവസേന 1500-ലധികം പേർക്കാണ് സമ്മേളന നഗരിയിൽ ഭക്ഷണം തയ്യാറാക്കുന്നത്. സമ്മേളനത്തിനായി നാളുകൾക്ക് മുമ്പ് ആരംഭിച്ച ജൈവ കൃഷിയുടെ വിളവ് ഉപയോഗിച്ചാണ് വിഭവങ്ങൾ തയ്യാറാക്കുന്നത്. പാചക വിദഗ്ധൻ നൌഷാദിന്റെ നേതൃത്വത്തിൽ 200ഓളം തൊഴിലാളികൾ ചേർന്നാണ് പാകം ചെയ്യുന്നത്. പ്രഭാത ഭക്ഷണത്തിനായി ഇഡലി, ദോശ, ആലു ചപ്പാത്തി, പൂരി മസാല തുടങ്ങി വലിയ നിര തന്നെയുണ്ട്. ഉച്ചഭക്ഷണത്തിനായി കരിമീൻ, ബീഫ്, ചിക്കൻ, മട്ടൻ ഇങ്ങനെ നീളും വിഭവങ്ങളുടെ പട്ടിക. വെജിറ്റേറിയൻ ഭക്ഷണങ്ങൾക്കും പ്രത്യേക പ്രാധാന്യം നൽകിയാണ് സദ്യ ഒരുക്കുന്നത്. തൈരും ദാലും അച്ചാറും 3 നേരവും ഇവർക്ക് വേണം. ഈ നോർത്തിൽ നിന്ന് വരുന്നവർക്ക് ദിവസേന 1500-ലധികം പേർക്കാണ് ഭക്ഷണം തയ്യാറാക്കുന്നത്. ജൈവ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചുള്ള സ്വാദൂറും വിഭവങ്ങളാണ് 10ാമത് അഖിലേന്ത്യാ ഡിവൈഎഫ്ഐ സമ്മേളനത്തിനായി വിളമ്പിയത്. ക്യാമറാമാൻ പി സലീമിനൊപ്പം CG ദിൽജിത്ത്. ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ സമ്മേളന പ്രതിനിധികൾക്കായി വിഭവസമൃദ്ധമായ ഭക്ഷണമാണ് കലവറയിൽ ഒരുക്കുന്നത്. ജൈവ പച്ചക്കറികളും നാടൻ ചേരുവകളും ചേർത്ത് പാചക വിദഗ്ധൻ നൌഷാദിന്റെ നേതൃത്വത്തിലാണ് കറികൾ ഒരുക്കുന്നത്. കേരളത്തിന്റെ ഇന്നലകൾ ചിത്രങ്ങളിലൂടെയും ശില്പങ്ങളിലൂടെയും പുനരാവിഷ്കരിച്ചിരിക്കുകയാണ് ഡിവൈഎഫ്ഐ ദേശീയ സമ്മേളന വേദിയിലെ ചരിത്ര ചിത്ര പ്രദർശനത്തിൽ. ആയിരങ്ങളാണ് ഓരോ ദിവസവും പ്രദർശനം കാണാനായി എത്തുന്നത്. കറുത്തിരുണ്ട നാളുകളിൽ നിന്നും പുതിയ വെളിച്ചത്തിലേക്ക് നാടിനെ കൈപിടിച്ച് നടത്തിയ ഇന്നലത്തെ പോരാട്ടങ്ങളുടെ ചരിത്രം പുതുതലമുറയ്ക്ക് മുന്നിൽ തുറന്നിടുകയാണ് ചരിത്ര ചിത്ര പ്രദർശനം. വഴി നടക്കാനും വിദ്യ നേടാനുമായി കീഴാള ജന നടത്തിയ പോരാട്ടങ്ങൾ, കല്ലുമാലയും മറക്കുടയും വലിച്ചെറിഞ്ഞ സ്ത്രീ മുന്നേറ്റങ്ങൾ, അങ്ങനെ നാടിന്റെ ചരിത്രത്തെ വരകളിലൂടെയും വാക്കുകളിലൂടെയും വരച്ചിടുകയാണിവിടെ. വിജ്ഞാനദാഹികൾക്ക് മുതൽക്കൂട്ടാകുന്നതാണ് പ്രദർശനമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. കേരളം എങ്ങനെ ഇന്നത്തെ കേരളമായി രൂപപ്പെട്ടു, അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ചാലക ശക്തികൾ എന്തൊക്കെയാണ് എന്നിവിടെ അനാവരണം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. രോഹിത് വെമുല നഗറിൽ പ്രത്യേകം തയ്യാറാക്കിയ പവലിയനിലാണ് ചിത്രപ്രദർശനം നടക്കുന്നത്. ഇതിനൊപ്പം പുസ്തക പ്രദർശനവും ഒരുക്കിയിട്ടുണ്ട്. പ്രമുഖ പ്രസാധകരുടെ സ്റ്റാളുകൾ പ്രദർശനത്തിലുണ്ട്. യുവാക്കളടക്കം നിരവധി പേരാണ് പ്രദർശനം കാണാൻ ഓരോ ദിവസവും എത്തുന്നത്. നാടിന്റെ അറിയപ്പെടാത്ത ചരിത്രം അനാവരണം ചെയ്യുകയാണ് ഡിവൈഎഫ്ഐ ദേശീയ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള ചരിത്ര ചിത്ര പ്രദർശനം. കൊച്ചിയിൽ നിന്നും ക്യാമറാമാൻ രാജു വർഗീസിനൊപ്പം സാലി മുഹമ്മദ്. അവയവദാനത്തിന്റെ മഹത്തായ സന്ദേശവുമായി ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ സമ്മേളനം ചരിത്രത്തിൽ ഇടം പിടിച്ചു. സമ്മേളനത്തിനായി കൊച്ചിയിലെത്തിയ 760 പ്രതിനിധികളാണ് അവയവദാന സമ്മതപത്രം ഒപ്പുവച്ചത്. ഭരണഘടനയുടെ മതനിരപേക്ഷമായ അന്തസത്തയെ അട്ടിമറിക്കാൻ RSSും BJPയും ശ്രമിക്കുന്നുവെന്ന് CPIM PB അംഗം പ്രകാശ് കാരാട്ട്. ദേശീയതയുടെ ഉള്ളടക്കത്തിലേക്ക് ഹിന്ദു ദേശീയതയെ കൊണ്ടുവരാനുള്ള ആസൂത്രിത ശ്രമമാണ് നടക്കുന്നതെന്നും കാരാട്ട് പറഞ്ഞു. ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ സമ്മേളനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച ഫാസിസ്റ്റ് വിരുദ്ധ മതനിരപേക്ഷ സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കാരാട്ട്. ഹിന്ദു രാഷ്ട്രം സ്ഥാപിക്കലാണ് RSSന്റെ പ്രഖ്യാപിത ലക്ഷ്യമെന്നിരിക്കെ RSSന്റെ രാഷ്ട്രീയ വിഭാഗമായ BJP അധികാരം കൈയാളുന്നത് മതനിരപേക്ഷതയ്ക്ക് വലിയ വെല്ലുവിളിയാണെന്ന് പ്രകാശ് കാരാട്ട് പറഞ്ഞു. ഭരണസ്വാധീനം ഉപയോഗപ്പെടുത്തി പ്രധാന കേന്ദ്രങ്ങളിൽ അവർ ആശയപ്രചാരണം നടത്തുന്നു. ജുഡീഷ്യറിയെ സ്വാധീനിക്കാനും ഇക്കൂട്ടർ ശ്രമിക്കുന്നു. ഹിന്ദു ദേശീയത അംഗീകരിക്കാത്തവരെ ദേശദ്രോഹികളായി ചിത്രീകരിക്കുന്ന പ്രവണത ഏറി വരുന്നുവെന്നും പ്രകാശ് കാരാട്ട് പറഞ്ഞു. RSS through the instrument of the BJP government has chalked out a long-term plan for subverting the Indian Republic and the Constitution from within. അഖിലേന്ത്യാ സമ്മേളനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച മതനിരപേക്ഷ സംഗമത്തിൽ ജോൺ ഫെർണാണ്ടസ് MLA അധ്യക്ഷനായിരുന്നു. സ്വാമി സന്ദീപാനന്ദഗിരി, P രാജീവ്, MB രാജേഷ്, M സ്വരാജ്, KN ബാലഗോപാൽ തുടങ്ങിയവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. അധോലോക സംഘമായ RSSനെ തിരിച്ചറിയുക എന്ന മുദ്രാവാക്യമുയർത്തി CPIM നേതൃത്വത്തിൽ കണ്ണൂർ ജില്ലയിൽ 206 കേന്ദ്രങ്ങളിൽ ജനകീയ കൂട്ടായ്മ സംഘടിപ്പിച്ചു. സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന് നേരെ ബോംബേറ്, വിഷ്ണുവിനെ കൊണ്ട് ആത്മഹത്യക്കുറിപ്പെഴുപ്പിച്ച സംഭവം തുടങ്ങി RSS നടത്തുന്ന ഹീനമായ പ്രവൃത്തികൾ ജനമധ്യത്തിൽ തുറന്നുകാട്ടുകയാണ് പരിപാടിയുടെ ലക്ഷ്യം. പറമ്പിക്കുളം
ആളിയാർ കരാർ പുനഃപരിശോധിക്കണമെന്ന ആവശ്യവുമായി കേരളം രംഗത്ത്. അടുത്തയാഴ്ച തമിഴ്നാടുമായി നടക്കുന്ന ചീഫ് സെക്രട്ടറി തല ചർച്ചയിൽ ഇക്കാര്യം ഉന്നയിക്കുമെന്ന് മന്ത്രി മാത്യു ടി തോമസ്. ഡാമുകളിൽ നിന്ന് തമിഴ്നാട് വെള്ളം ചോർത്തുന്നത് തടയാൻ നടപടികൾ സ്വീകരിച്ചതായും ജലവിഭവ വകുപ്പ് മന്ത്രി പാലക്കാട്ട് പറഞ്ഞു. നീതിയുക്തമല്ലാത്ത വ്യവസ്ഥകളാണ് പറമ്പിക്കുളം ആളിയാർ കരാറിലുള്ളത്. തമിഴ്നാടിന് പൂർണ്ണമായും പ്രയോജനം ലഭിക്കുന്ന വ്യവസ്ഥകളായിരുന്നിട്ടും അതുപോലും ലംഘിക്കുന്ന സാഹചര്യത്തിലാണ് നദീജല കരാർ ഉഭയകക്ഷി സമ്മതത്തോടെ പുനഃപരിശോധിക്കണമെന്ന് കേരളം ആവശ്യപ്പെടുന്നത്. അടുത്തയാഴ്ച ഇരു സംസ്ഥാനങ്ങളിലെയും ചീഫ് സെക്രട്ടറിമാർ നടത്തുന്ന ചർച്ചയിൽ ഇക്കാര്യവും ഉന്നയിക്കുമെന്ന് മന്ത്രി മാത്യു ടി തോമസ് പറഞ്ഞു. അടുത്ത ആഴ്ച ആദ്യഘട്ടവും ആയിട്ട് ചീഫ് സെക്രട്ടറിമാർ തമ്മിലുള്ള സെക്രട്ടറി തല ചർച്ച ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കരാർ പുനരവലോകനം ചെയ്യാൻ വേണ്ടി ആ കരാറത്തിന് ഒരു വ്യവസ്ഥയുണ്ട്. ചീഫ് സെക്രട്ടറി സംസാരിക്കുമ്പോൾ ഈ കരാർ റിവ്യൂ ചെയ്യുന്ന സംഗതി കൂടി ചർച്ചാ വിഷയമാക്കും. തമിഴ്നാടുമായി നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ സൗഹാർദ്ദപരമായി പരിഹരിക്കാനാണ് കേരളം ശ്രമിക്കുന്നത്. നദീജല കരാറുകൾ തമിഴ്നാട് തുടർച്ചയായി ലംഘിക്കുമ്പോഴും കേരളം സംയമനം പാലിക്കുന്നത് ബലഹീനതയായി കാണരുതെന്നും മന്ത്രി പറഞ്ഞു. കോയമ്പത്തൂരിലെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ ശിരുവാണി ഡാമിലെ കരുതൽ ശേഖരം കൂടി വേണമെന്ന് തമിഴ്നാട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ കരാർ വ്യവസ്ഥകൾ പാലിച്ചാൽ കരാറിന് പുറത്തെ കാര്യങ്ങളിൽ ചർച്ചയാകാമെന്നാണ് സംസ്ഥാനത്തിന്റെ നിലപാട്. ഡാമുകളിൽ നിന്ന് തമിഴ്നാട് വെള്ളം ചോർത്തുന്നത് തടയാൻ നടപടികൾ സ്വീകരിച്ചതായും മന്ത്രി അറിയിച്ചു. അളവിൽപ്പെടാതെ വെള്ളം കൊണ്ടുപോകാൻ കഴിയുമായിരുന്ന ചില സംവിധാനങ്ങൾ രഹസ്യമായി തമിഴ്നാട് ഒരുക്കിയിരുന്നു. അത് ചിലതൊക്കെ കണ്ടെത്തി ഇല്ലാതാക്കാനുള്ള നടപടികൾ അതിനാവശ്യമായ സംവിധാനങ്ങൾ ഈ വരൾച്ച കാലത്ത് കേരളം രൂപപ്പെടുത്തിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഇ അഹമ്മദിന്റെ മരണത്തിലെ ദുരൂഹത അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് പ്രധാനമന്ത്രിക്ക് മുഖ്യമന്ത്രിയുടെ കത്ത്. മരണത്തെ തുടർന്നുണ്ടായ മുഴുവൻ സംഭവങ്ങളും വിശദമായി അന്വേഷിക്കണമെന്ന് പിണറായി വിജയൻ കത്തിൽ ആവശ്യപ്പെട്ടു. ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ ഉണ്ടാകണമെന്നും മുഖ്യമന്ത്രി കത്തിൽ പറയുന്നു. കേരളത്തിൽ നിന്നുള്ള മുതിർന്ന പാർലമെന്റ് അംഗം ഇ അഹമ്മദിന്റെ അപ്രതീക്ഷിത മരണത്തെ തുടർന്നുണ്ടായ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രിക്ക് കത്തയച്ചത്. ഇ അഹമ്മദിന്റെ കുടുംബാംഗങ്ങൾക്കും സഹപ്രവർത്തകർക്കും കേരളത്തിലെ ജനങ്ങൾക്കാകെയും ഉണ്ടായിട്ടുള്ള ആശങ്കകളുടെ വെളിച്ചത്തിൽ മരണത്തെ തുടർന്നുണ്ടായ മുഴുവൻ സംഭവങ്ങളും വിശദമായി അന്വേഷിക്കണമെന്ന് പിണറായി വിജയൻ കത്തിൽ ആവശ്യപ്പെട്ടു. ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ ഉണ്ടാകണമെന്നും കത്തിൽ പറയുന്നു. പാർലമെന്റിനുള്ളിൽ കുഴഞ്ഞു വീണ ഇ അഹമ്മദിനെ രാം മനോഹർ ലോഹ്യ ആശുപത്രിയിലേക്കാണ് നേരിട്ട് കൊണ്ടുപോയത്. പാർലമെന്റ് അംഗമെന്ന നിലയിൽ ആശുപത്രിയിൽ പ്രത്യേക പരിഗണന നൽകുന്ന കാര്യത്തിലും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരായ പാർലമെന്റ് അംഗങ്ങളോടും കുടുംബാംഗങ്ങളോടും ആശുപത്രി ജീവനക്കാർ സ്വീകരിച്ച സമീപനത്തിന്റെ കാര്യത്തിലും ഗൗരവമായ ആശങ്കയാണ് ഉണ്ടായിട്ടുള്ളത്. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ മാനുഷികമായ സമീപനമാണ് വേണ്ടിയിരുന്നതെന്നും പറയാതെ വയ്യ. ഇ അഹമ്മദിന്റെ ദില്ലിയിലെ വീട്ടിലെത്തി അന്തിമോപചാരം അർപ്പിച്ചതിൽ പ്രധാനമന്ത്രിയെ അഭിനന്ദിക്കാൻ കൂടി ഈ അവസരം വിനിയോഗിക്കുന്നതായും പിണറായി വിജയൻ കത്തിൽ പറയുന്നു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. തമാശ കാർട്ടൂൺ ഹാസ്യ മാസികയും മുസരീസ് ഹെൽത്ത് കെയറും സംയുക്തമായി ഏർപ്പെടുത്തിയ മികച്ച കാർട്ടൂണിസ്റ്റിനുള്ള തമാശ മുസരീസ് പുരസ്കാരം സമ്മാനിച്ചു. നിയമസഭാ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണനിൽ നിന്ന് മാതൃഭൂമിയിലെ കെ ഉണ്ണികൃഷ്ണൻ അവാർഡ് ഏറ്റുവാങ്ങി. കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പ് കാലത്ത് മാതൃഭൂമിയിൽ വരച്ച ഓപ്പൺ വോട്ട് എന്ന കാർട്ടൂൺ പങ്ക്തിയെ മുൻനിർത്തിയാണ് അവാർഡ്. കൊച്ചിയിൽ നടന്ന ചടങ്ങിൽ എം മോനായി, എം സാലി സക്കീർ എന്നിവർ പങ്കെടുത്തു. ഏറ്റവും മികച്ച കാർട്ടൂണിസ്റ്റ്